ഹായ് ഓൾ, മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും കൂടി പഠിച്ചു പോകാം. കാരണം നമുക്കിത് എല്ലാ പരീക്ഷയ്ക്കും തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഇതിന് കാരണമായ നിയമം ഏതാണ്? അത് ഓപ്ഷൻ ബി ആണ്, റൗലറ്റ് ആക്ട്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് റൗലറ്റ് ആക്ട്. ഇപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ ഒരു സംഭവമാണ് അല്ലേ. എന്നാണ് ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്? 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. 1919 ഏപ്രിൽ 13 അല്ലേ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. 1919 ഏപ്രിൽ 13. ഇനി ഈ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവ് നൽകിയ ഉദ്യോഗസ്ഥൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട്. അത് ബ്രിഗേഡിയർ ജനറൽ ഡയർ ആണ്. ജനറൽ ഡയർ ആണ് എന്തിനുള്ള ഉത്തരവ് നൽകുന്നത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉള്ള ഉത്തരവ് നൽകുന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്കുള്ള കാരണങ്ങൾ ചോദിച്ചാൽ 1919 മാർച്ചിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് റൗലറ്റ് ആക്ട് എന്ന കരിനിയമം പാസാക്കി. വാറന്റ് കൂടാതെ ആരെയും അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ തുറങ്കലിലടയ്ക്കാനും ഈ നിയമം ഗവൺമെൻറ്റിന് അധികാരം നൽകി. ഇതിനെതിരെ രാജ്യവ്യാപകമായി പ്രക്ഷോഭങ്ങൾ അരങ്ങേറി. 1857 സമരത്തെ തുടർന്ന് തന്നെ ഇന്ത്യക്കാരെ സംശയത്തോടെയാണ് ബ്രിട്ടീഷുകാർ വീക്ഷിച്ചത്. ലാഹോർ ഗൂഢാലോചന കേസിൻ്റെ വിചാരണ സമയത്തുണ്ടായ മുന്നേറ്റ ശ്രമത്തെ ബ്രിട്ടീഷുകാർ ഭീതരായാണ് നോക്കിക്കണ്ടത്. അതായത് ആ ഗൂഢാലോചനയിൽ അവർക്ക് ഭയമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 1857 വിപ്ലവം കഴിഞ്ഞതോടുകൂടി ഇന്ത്യക്കാരുടെ ഓരോ നീക്കങ്ങളെയും ബ്രിട്ടീഷുകാർ സസൂക്ഷ്മം നിരീക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ അവർ സംശയത്തോടെയാണ് അത് എല്ലാത്തിനെയും നോക്കിക്കണ്ടിരുന്നത്. റഷ്യൻ ആശയങ്ങളോടുള്ള ഇന്ത്യയിലെ യുവതലമുറയുടെ ആവേശം ബ്രിട്ടീഷ് ഭരണാധികാരികളിൽ അസ്വസ്ഥതയുളവാക്കി. റൗലറ്റ് നിയമത്തിനെതിരെ പോരാടാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ഈ സമരപ്രഖ്യാപനത്തെ ഇന്ത്യയിലെ ജനങ്ങൾ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. പഞ്ചാബിൽ സമരം അക്രമാസക്തമാവുക തന്നെ ചെയ്തു. അപ്പം പഞ്ചാബിലെ കോൺഗ്രസ് നേതാക്കളായിരുന്ന ഡോക്ടർ സത്യപാലും സെയ്ഫുദ്ദീൻ കിച്ലുവും പോലീസ് അറസ്റ്റ് ചെയ്ത് തടവിലാക്കി. ഇരുവരും ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് 1919 ഏപ്രിൽ 10 അമൃത്സറിൽ ഹർത്താൽ ആചരിച്ചു. അമൃത്സറിൽ ഡെപ്യൂട്ടി കമ്മീഷണറുടെ വീട്ടിലേക്ക് നടന്ന പ്രതിഷേധ റാലിക്കു നേരെ പോലീസ് നിറയൊഴിച്ചു. ഇതിൽ രോക്ഷാകുലരായ ജനക്കൂട്ടം ബാങ്കുകൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും തീവെച്ചു. ആക്രമണങ്ങളിൽ 5 യൂറോപ്യന്മാരും പോലീസ് വെടിവെപ്പിൽ 20-ലേറെ ഇന്ത്യക്കാരുമാണ് കൊല്ലപ്പെട്ടത്. ഏപ്രിൽ 11 തൻ്റെ സ്കൂളിലെ വിദ്യാർത്ഥികളെ സുരക്ഷിതമായി അവരുടെ വീടുകളിൽ എത്തിക്കാൻ ഏർപ്പാട് ചെയ്യുന്നതിന് ശേഷം തിരികെ വീട്ടിലേക്ക് പോവുകയായിരുന്ന മാർഷല ഷെർവുഡ് എന്ന മിഷണറി പ്രവർത്തകയെ ഒരു ഇടുങ്ങിയ വീതിയിൽ വെച്ച് കോപക്രാന്തരായ ജനക്കൂട്ടം ആക്രമിച്ചു. സമീപവാസികളായ ആളുകളാണ് അവരെ മരണത്തിൽ നിന്നും രക്ഷിച്ചത്. ഈ സംഭവത്തിൽ ഇന്ത്യക്കാരോട് പ്രതികാരം ചെയ്യണമെന്ന് ജനറൽ ഡയർ തീർച്ചപ്പെടുത്തി. ഇന്ത്യക്കാർ അവരുടെ ദൈവങ്ങളുടെ മുമ്പിൽ കുമ്പിടുന്നു. ഒരു ബ്രിട്ടീഷ് സ്ത്രീ ഹിന്ദു ദൈവങ്ങളെ പോലെയാണെന്ന് ഇന്ത്യക്കാർ അവരുടെ മുൻപിൽ തല കുനിക്കുന്നത് താൻ കാണിച്ചു തരാമെന്നുമായിരുന്നു ഡയർ നടത്തിയ ഭീഷണി. എന്നാൽ ഡയറുടെ ഈ നീക്കത്തെ ഷെർവുഡ് എതിർക്കുക തന്നെ ചെയ്തു. തൊട്ടടുത്ത ദിവസങ്ങളിൽ അമൃത്സർ നഗരം ഏറെക്കുറെ ശാന്തമായിരുന്നുവെങ്കിലും പ്രാന്തപ്രദേശങ്ങളിൽ അക്രമം തുടരുന്നുണ്ടായിരുന്നു. വിപ്ലവകാരികൾ തീവണ്ടി പാതകൾ മുറിച്ചും വാർത്താവിതരണ സംവിധാനം തകരാറിലാക്കി. ഏപ്രിൽ 13 പഞ്ചാബിൽ പട്ടാള നിയമം ഏർപ്പെടുത്തി. പൊതുയോഗങ്ങളും ഘോഷയാത്രകളും നിരോധിച്ചു. 4 പേരിലധികം കൂട്ടം കൂടുന്നത് പോലും നിരോധിച്ചു. ഇനി ഈ കൂട്ടക്കൊലയിലേക്ക് നയിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 1919 ഏപ്രിൽ 13 സിഖുകാരുടെ ബൈശാഖി ഉത്സവ ദിനമായിരുന്നു.
അന്ന് അമൃത്സറിനടുത്തുള്ള ജാലിയൻ വാലാബാഗ് മൈതാനത്തിൽ പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിക്കാൻ ഒരു പൊതുയോഗം സംഘടിപ്പിച്ചു. ആയിരക്കണക്കിന് സിഖുകാരും മുസ്ലിമുകളും ഹിന്ദുക്കളും അന്ന് ജാലിയൻ വാലാബാഗിലെ മൈതാനിയിൽ തടിച്ചുകൂടിയിരുന്നു. ഇംഗ്ലീഷ് യുവതിയെ ഹിന്ദു ദൈവങ്ങളോട് ഉപമിച്ച ജനറൽ ഡയറുടെ പ്രസ്താവന ഒരുപാട് പ്രതിഷേധം ഉയർത്തിയിരുന്നു. അന്ന് ഇന്ത്യക്കാരോടുള്ള ബ്രിട്ടന്റെ ഈ തരംതാണ വിവേചനമായാണ് ഇന്ത്യൻ സമൂഹം ആ പ്രസ്താവനയെ കണ്ടത്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ സമാധാനമായി പ്രതിഷേധിക്കാനാണ് അന്ന് ആ യോഗം അവിടെ കൂടിയത്. യോഗം തുടങ്ങി ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അന്ന് അമൃത്സറിലെ സൈനിക കമാൻഡറായിരുന്ന ജനറൽ റെജിനാൾഡ് ഡയർ 90 അംഗങ്ങൾ വരുന്ന ഒരു ചെറിയ സായുധ സേനയുമായി മൈതാനം വളഞ്ഞു. യന്ത്രവൽകൃത തോക്കുകൾ ഘടിപ്പിച്ച 2 വാഹനങ്ങൾ കൂടി ആ സേനയോടൊപ്പം ഡയർ കൊണ്ടുവന്നിരുന്നു. എന്നാൽ മൈതാനത്തിലേക്കുള്ള വഴിയെ തീരെ ചെറുതായിരുന്നതിനാൽ ആ വാഹനങ്ങൾ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ജാലിയൻ വാലാബാഗ് മൈതാനം മതിലുകളാൽ ചുറ്റപ്പെട്ടതാണ്. ഈ പിക്ചറിൽ കാണുന്നത് ജാലിയൻ വാലാബാഗിൻ്റെ ചുമരുകളിൽ വെടിയുണ്ടകൾ തുളഞ്ഞു കയറിയതിൻ്റെ അടയാളങ്ങളാണ് കേട്ടോ. എന്നാൽ ജാലിയൻ വാലാബാഗ് മൈതാനം മതിലുകളാൽ ചുറ്റപ്പെട്ടതാണ്. മൈതാനത്തിലേക്കുള്ള വാതിലുകൾ തീരെ ഇടുങ്ങിയതുമാണ്. അതിൽ തന്നെ പലതും സ്ഥിരമായി അടച്ചിട്ടിരിക്കുകയുമാണ്. പ്രധാന വാതിൽ താരതമ്യേന വലിപ്പം കൂടിയതെങ്കിലും ആ പ്രവേശനവാതിൽ ഡയർ സൈനികരെ കൊണ്ടും വാഹനത്തെ കൊണ്ടും അടച്ചിരുന്നു. യോഗം പിരിഞ്ഞു പോകാൻ മുന്നറിയിപ്പ് നൽകാതെ തന്നെയാണ് ഡയർ വെടിവെപ്പിന് ഉത്തരവിട്ടത്. മീറ്റിംഗ് പിരിച്ചുവിടുക എന്നതിലുപരി ഇന്ത്യക്കാരെ ഒരു പാഠം പഠിപ്പിക്കാനായിരുന്നു ആ നടപടിയെന്ന് ഡയർ പിന്നീട് പറയുകയുണ്ടായി. വെടിക്കോപ്പുകൾ തീരുന്നതുവരെ വെടിവെക്കാൻ ഭടന്മാർക്ക് ഉത്തരവ് നൽകി. 1650 തവണയാണ് പട്ടാളക്കാർ ജനക്കൂട്ടത്തിന് നേരെ വെടിവെച്ചത്. ഈ സംഭവത്തിന് ശേഷം ഒഴിഞ്ഞുകിടന്ന തിരകളുടെ പൊതികളിൽ നിന്നുമാണ് ഈ കണക്ക് പിന്നീട് ലഭിച്ചത്. അപ്രതീക്ഷിതമായി വന്ന ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ജനങ്ങൾ കൂട്ടത്തോടെ മൈതാനത്തിനകത്തുള്ള ഒരു ചെറിയ കിണറിലേക്ക് ചാടി. 120 മൃതശരീരങ്ങളാണ് ഈ ചെറിയ കിണറിൽ നിന്നു മാത്രമായി ലഭിച്ചത്. എത്ര ഭയാനകമായിരുന്നു അതെന്നുള്ളത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? വെടിവെപ്പിൽ മരണമടഞ്ഞവരുടെ എണ്ണത്തെക്കുറിച്ച് ഇപ്പോഴും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. 379 പേർ വെടിവെപ്പിൽ മരിച്ചുവെന്നാണ് ബ്രിട്ടീഷ് സർക്കാർ പറഞ്ഞത്. എന്നാൽ ഇത് 1800-ൽ ഏറെയായിരുന്നു എന്ന് ഇതിനെക്കുറിച്ച് പഠിച്ച കോൺഗ്രസിൻ്റെ കണക്കുകൾ പറയുന്നു. സംഭവത്തിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞ് വെടിവെപ്പിൽ മരിച്ചവരുടെ എണ്ണം കൃത്യമായി കണക്കാക്കാൻ സർക്കാർ മുന്നിട്ടിറങ്ങി. തങ്ങളുടെ കുടുംബത്തിൽ നിന്നും ജാലിയൻ വാലാബാഗ് വെടിവെപ്പിൽ മരിച്ചവരുണ്ടെങ്കിൽ അവരുടെ പേര് വിവരം സ്വയമേവേ സർക്കാരിന് സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥർ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ഫലപ്രദമായ ഒരു നടപടിയല്ലായിരുന്നു ഇത്. തങ്ങളുടെ പേര് വിവരം പുറത്തറിഞ്ഞാൽ കൂടുതൽ നടപടി ഉണ്ടായേക്കുമോ എന്ന് കരുതി കുറേയേറെ ആളുകൾ ഈ സന്നദ്ധ പ്രവർത്തനത്തിന് മുതിർന്നില്ല. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ കണക്കുകളേക്കാൾ വളരെ ഉയർന്നതാണ് യഥാർത്ഥ മരണസംഖ്യ എന്ന് ദൃക്സാക്ഷികൾ പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസെന്റ് ചർച്ചിൽ മൃഗീയം എന്നാണ് ജാലിയൻ വാലാബാഗ് സംഭവത്തെ വിശേഷിപ്പിച്ചത്. നിരായുധരായ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പൊതുജനത്തെ യാതൊരു പ്രകോപനവും കൂടാതെ വെടിവെച്ചതിൽ ജനറൽ ഡയറെ ഹൗസ് ഓഫ് കോമൺസ് നിശിതമായ ഭാഷയിൽ വിമർശിച്ചു. 37-നെതിരെ 247 വോട്ടുകൾക്കാണ് ഹൗസ് ഓഫ് കോമൺസ് ഡയർക്കെതിരെയുള്ള പ്രമേയം പാസാക്കിയത്. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ ടാഗോർ സർ സ്ഥാനം ഉപേക്ഷിച്ചു. സംഭവം അറിഞ്ഞയുടനെ ഒരു പ്രതിഷേധ സമരം നടത്താനാണ് ടാഗോർ ഉദ്ദേശിച്ചിരുന്നതെങ്കിലും പിന്നീട് തൻ്റെ പ്രതിഷേധത്തിൻ്റെ സൂചകമായി ബ്രിട്ടൻ തനിക്ക് തന്നിട്ടുള്ള സർ സ്ഥാനം തിരിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. തൻ്റെ രാജ്യത്തെ ജനങ്ങളുടെ കൂടെ നിൽക്കുവാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ചെംസ്ഫോർഡ് പ്രഭുവിനയച്ച സന്ദേശത്തിൽ ടാഗോർ പറയുകയുമുണ്ടായി. ജാലിയൻ വാലാബാഗ് മായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള മറ്റു ചില ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച മലയാളി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച മലയാളിയാണ് സി ശങ്കരൻ നായർ അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് പദവി
തിരികെ നൽകിയ നേതാവ് ഗാന്ധിജി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസറി ഹിന്ദ് പദവി തിരികെ നൽകിയത് ഗാന്ധിജി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഹണ്ടർ കമ്മിറ്റി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഹണ്ടർ കമ്മിറ്റി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്നു ചെംസ്ഫോർഡ് പ്രഭു. ആരാണ്? ചെംസ്ഫോർഡ് പ്രഭുവാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? അത് റൗലറ്റ് നിയമമാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ജനറൽ റെജിനാൾഡ് ഡയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് പഞ്ചാബിലെ അമൃത്സറിൽ. ജാലിയൻ വാലാബാഗ് സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണറാണ് മൈക്കിൾ ഒ ഡയർ. അപ്പോൾ ഇതൊക്കെയാണ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ആവർത്തിച്ചിട്ടുള്ളതാണ്. ഇനി ഡിഗ്രി ലെവലിലായാലും ഇത് നമ്മളോട് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ചോദിക്കാം കേട്ടോ. അപ്പം ഇത് നമ്മൾ വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് എല്ലാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയും റൗലറ്റ് ആക്റ്റും. അടുത്ത ക്വസ്റ്റ്യൻ, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധിയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി എന്ന് പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചത് ഓപ്ഷൻ ഡി ആണ്, ലാഹോർ സമ്മേളനം. അടുത്ത ക്വസ്റ്റ്യൻ, ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ് ബംഗാൾ വിഭജനം നടത്തിയത്? കഴ്സൺ പ്രഭു. ഓപ്ഷൻ ഡി, കഴ്സൺ പ്രഭു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത, ശ്രദ്ധിച്ചോണം, ഇന്ത്യൻ വനിത ആരാണ്? സരോജിനി നായിഡു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശം ഉൾക്കൊള്ളുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അടുത്ത ക്വസ്റ്റ്യൻ, സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭേദഗതിയിലൂടെയാണ്? അത് ഓപ്ഷൻ ഡി ആണ്, 44-ാം ഭേദഗതി. 44-ാം ഭേദഗതി 1978. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? മൗലികാവകാശങ്ങൾ എന്ന ആശയം നമ്മൾ സ്വീകരിച്ചത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി. മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻ ഡി, സ്വരൺ സിംഗ് കമ്മിറ്റി. ഓപ്ഷൻ ഡി, സ്വരൺ സിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ഓപ്ഷൻ ബി, രാഷ്ട്രപതി. അടുത്ത ക്വസ്റ്റ്യൻ, 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? ഓപ്ഷൻ എ, തൃശ്ശൂരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കാണുന്ന ക്വസ്റ്റ്യനാണ് സമത്വ സമാജം അല്ലേ. ഡിഗ്രി ലെവലായിക്കോട്ടെ, +2 ലെവലായിക്കോട്ടെ, 10th ലെവലായിക്കോട്ടെ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. സമത്വ സമാജം ആരുടേതാണ്? ഓപ്ഷൻ സി, ചട്ടമ്പി സ്വാമികൾ. ഓപ്ഷൻ സി, ചട്ടമ്പി സ്വാമി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ഡി, വൈകുണ്ഠ സ്വാമികൾ.
അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആറ്റിങ്ങൽ കലാപം. അടുത്ത ക്വസ്റ്റ്യൻ, 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ആരാണ്? ഓപ്ഷൻ സി ആണ് EMS നമ്പൂതിരിപ്പാട്. അടുത്ത ക്വസ്റ്റ്യൻ, 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി. 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് പ്രാഥമിക, നമ്മൾ തിരുവിതാംകൂറിനെ കുറിച്ച് എടുത്തപ്പോൾ പറഞ്ഞു അല്ലേ, പ്രാഥമിക വിദ്യാഭ്യാസം ആരാണ്? ഗൗരി പാർവതി ഭായി. പ്രാഥമിക വിദ്യാഭ്യാസം പാർവതി ഭായി എന്ന് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. G20 ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ. ശരിയാണ്. G20 സ്ഥിരമായ ആസ്ഥാനമില്ല. ശരിയാണ്. 1998 G20 രൂപീകരിക്കപ്പെട്ടത്. അത് തെറ്റാണ്. എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട്. ശരിയാണ്. അപ്പം നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ കടത്തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ കടത്തീരമുള്ള കേരളത്തിലെ ജില്ലയാണ് ഓപ്ഷൻ ബി കണ്ണൂർ. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആരാണ്? ഉൾപ്പെടാത്ത വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി പോറ്റി ശ്രീരാമലു അല്ലേ. അപ്പോൾ ഉൾപ്പെടുന്നവരാരാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടുന്നതാണ് ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു എന്നിവർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാമാണ്? ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 ചേരിചേരാ നയം, 2 സമാധാനപരമായ സഹവർത്തിത്വം, ഇത് രണ്ടും ശരിയാണ്. 3 ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, ശരിയാണ്. 4 സ്വാശ്രയത്വം എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ് 1 ചേരിചേരാ നയം, 2 സമാധാനപരമായ സഹവർത്തിത്വം, 3 ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാമാണ്? അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യം. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. അപ്പം അച്ചുതണ്ട് ശക്തികളിൽ വരുന്നത് ഏതൊക്കെ രാജ്യങ്ങളാണ്? ജർമ്മനി, ജപ്പാൻ, ഇറ്റലി. ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് സോവിയറ്റ് യൂണിയൻ. അടുത്ത ക്വസ്റ്റ്യൻ, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആര്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ്? അത് ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ് അല്ലേ. ഓപ്ഷൻ ബി ആണ്. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിതയാണ് ജിലുമോൾ മാരിയറ്റ് തോമസ്. ഓപ്ഷൻ ബി ജിലുമോൾ മാരിയറ്റ് തോമസ്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ്? 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ശ്രീലങ്ക. അടുത്ത ക്വസ്റ്റ്യൻ, വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ് ഉള്ളത്? വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഓപ്ഷൻ സി 7ാം സ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര്? കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ഓപ്ഷൻ ഡി സജി ചെറിയാൻ. അടുത്ത ക്വസ്റ്റ്യൻ, കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിൻ്റെ പേരെന്താണ്? കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ സി ആണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. അടുത്ത ക്വസ്റ്റ്യൻ,
19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏതാണ്? 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യമാണ് ഓപ്ഷൻ എ ചൈന. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഓപ്ഷൻ സി പെരിയാർ. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണ് ഉത്തര മഹാസമതലം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഓപ്ഷൻ ബി ശാസ്താംകോട്ട. കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം ഓപ്ഷൻ എ 9 ജില്ലകളാണ് ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഓപ്ഷൻ സി ഡെക്കാൻ പീഠഭൂമി. അടുത്ത ക്വസ്റ്റ്യൻ, പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ഓപ്ഷൻ ഡി ആണ് പമ്പ നദി. ഓപ്ഷൻ ഡി പമ്പ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഇന്ദിരാ പോയിന്റ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ഓപ്ഷൻ ഡി ആലപ്പുഴ. അടുത്ത ക്വസ്റ്റ്യൻ, നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? ഓപ്ഷൻ സി പുന്നമട കായൽ. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. അടുത്ത ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ടത്തിൽ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഓപ്ഷൻ ബി സൈലന്റ് വാലി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ചിറാപുഞ്ചി എവിടെയാണ്? ഓപ്ഷൻ സി മേഘാലയ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷമാണ്? വർഷം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് 1973. ഇന്ത്യയുടെ 14ാമത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഓപ്ഷൻ ബി ജഗദീപ് ധൻഖർ. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏതാണ്? ചന്ദ്രയാൻ 3 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ഓർബിറ്റർ ആണ് ഇവിടെ ഉത്തരം വരുന്നത്. ബാക്കിയെല്ലാം ലാൻഡർ, റോവർ, പ്രൊപ്പോഷണൽ മൊഡ്യൂൾ ഇവയെല്ലാം വിക്ഷേപിച്ചവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ അമൃത ഷെയർഗിലിൻ്റെ ചിത്രം ഏതാണ്? ചിത്രമാണ് ഓപ്ഷൻ ഡി ഗ്രാമീണ ജീവിതം. അടുത്ത ക്വസ്റ്റ്യൻ, ചരക്കു സേവന നികുതി GST എന്നാണ് നിലവിൽ വന്നത്? 2017 ജൂലൈ 1. ഗോദാൻ എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻ സി പ്രേംചന്ദ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ഏഷ്യ ഭൂഖണ്ഡത്തെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്ഷൻ ഡി അല്ലു അർജുൻ. അടുത്ത ക്വസ്റ്റ്യൻ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏതാണ്? ആത്മകഥയാണ് ഓപ്ഷൻ ബി കാലം സാക്ഷി എന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിച്ചത്? ഓപ്ഷൻ എ ഇന്ത്യയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കോമ്പല്ല ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ എന്നുള്ളത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇവിടെ ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലോല ഏത് വിളയുടെ സങ്കരയിനമാണ്? ഓപ്ഷൻ സി പയറാണ്. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന ഇത് ഏത് അപര്യാപ്തത രോഗത്തിൻ്റെ ലക്ഷണമാണ്? അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിൻ്റെ ലക്ഷണമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് കണ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതേതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൽക്കരി പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്, തെറ്റാണ്. തിരമാല പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്, ശരിയാണല്ലേ. അതുപോലെ തന്നെ
സൂര്യൻ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. ഇവിടെ നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, രണ്ടാമത്തെ ഓപ്ഷനാണ്. ഓപ്ഷൻ ബി ആണ്. തിരമാല പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണെന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ്? വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്, മലപ്പുറം. അടുത്ത ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏതെന്ന് ചോദിച്ചിരിക്കുന്നു. ഓപ്ഷൻ സി 2023. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി. സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ ആണ്, ആർദ്രം പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരി ഉത്തരം കണ്ടെത്തുക. മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്താണ്? അവിടെ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ എന്നിവയിൽ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ഓപ്ഷൻ എ, കോൺവെക്സ് ലെൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ജെയിൻറ്റ് വീലിൻ്റെ ചലനമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. അപ്പോൾ ദോലനത്തിന് ഉദാഹരണം ഏതൊക്കെയാണ്? ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ ചലനം, ഊഞ്ഞാലിൻ്റെ ചലനം, മീട്ടുമ്പോൾ വീണക്കമ്പിയുടെ ചലനം, ഇവയെല്ലാം എന്താണ്? അത് ദോലനമാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ പെടാത്തതേത്? മെൻഡലീവിയം, ടൈറ്റാനിയം, റുദർഫോർഡിയം, ക്യൂറിയം. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ ബി, ടൈറ്റാനിയം ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. കണികകളുടെ ഊർജ്ജം കൂടുന്നു, ശരിയാണ്. കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു, ശരിയാണ്. കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു, ശരിയാണ്. കണികകളുടെ ചലനം കുറയുന്നു, തെറ്റാണ്. ചലനം കൂടുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ഓപ്ഷൻ ബി ആണ്, ജപ്പാനാണ് ഉത്തരം വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് ജപ്പാനിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അഥവാ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയാണ് ജെയിംസ് വെബ്. ഇതിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ 100 മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കുവാൻ കഴിയുന്നു, ശരിയാണ്. അടുത്ത ഓപ്ഷൻ, ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ, ചിഹ്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ എന്നിവയെ പരിശോധിക്കാൻ കഴിയും, ശരിയാണ്. താരാപഥങ്ങളുടെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു, ശരിയാണ്. അടുത്തത്, വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. തെറ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഒറ്റപ്പെട്ടത്, ക്ഷയം, എലിപ്പനി, ചിക്കൻ ബോക്സ്, ഡിഫ്തീരിയ. ഇതിൽ ഒറ്റപ്പെട്ടത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ചിക്കൻ ബോക്സ്. ഓപ്ഷൻ ബി, ചിക്കൻ ബോക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, നിപ്പ വൈറസിൻ്റെ പ്രകൃതിയായുള്ള വാഹക ജീവി ഏതാണ്? നിപ്പ വൈറസിൻ്റെ പ്രകൃതിയായുള്ള വാഹക ജീവി ഏതാണ്? ഓപ്ഷൻ എ ആണ്, വവ്വാലുകളാണ്. ഓപ്ഷൻ എ, വവ്വാലുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഡയബറ്റീസ് മെലിറ്റസ് എന്നുള്ളതാണ്. എന്താണ്? ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഡയബറ്റീസ് മെലിറ്റസ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മൂലകം. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മൂലകമാണ് ഓപ്ഷൻ സി ആണ്, ഇരുമ്പ്.
അടുത്ത ക്വസ്റ്റ്യൻ, രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ എ ആണ് സ്ഫിഗ്മോമാനോമീറ്റർ. ഓപ്ഷൻ എ സ്ഫിഗ്മോമാനോമീറ്റർ. രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്ത അവസ്ഥ ഏത്? രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്തത് എന്താണ്? ഓപ്ഷൻ ഡി പ്രമേഹമാണ്. അപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഏതൊക്കെയാണ്? അതിറോസ്ക്ലിറോസിസ്, പക്ഷാഘാതം, ഹൃദയാഘാതം, ഇവയെല്ലാം രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യത ഉള്ളതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ബാധിക്കുന്ന രക്തകോശങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്, ലിംഫോസൈറ്റ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ എ ആണ് വൈഫ്സ് എന്നുള്ളത്, WIFS. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ്? കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗം കണ്ടെത്താൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്ഷൻ ഡി ബാലമിത്ര. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെയാണ് എയ്ഡ്സ് രോഗം പകരുന്നില്ല? എയ്ഡ്സ് രോഗം പകരാത്ത സാഹചര്യമാണ് ഏത്? കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ. ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരം വരുന്നത്. ഇനി എയ്ഡ്സ് പകരുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ലൈംഗിക ബന്ധത്തിലൂടെ, അതുപോലെ തന്നെ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക്, സിറിഞ്ച്, സൂചി എന്നിവയിലൂടെ. അടുത്ത ക്വസ്റ്റ്യൻ, സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്, ക്യാപ്റ്റൻ ഗീതിക കൗൾ. ക്യാപ്റ്റൻ ഗീതിക കൗൾ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഏതാണ്? നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരമാണ് ഓപ്ഷൻ ബി കൊൽക്കത്ത. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, തുടങ്ങനാട്. ഓപ്ഷൻ ഡി. ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി ഓപ്ഷൻ സി ആണ് 28%. അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടി പരിചയപ്പെട്ടിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ 10th മെയിൻസ് എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. നമുക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ, അല്ല എന്ന് ആരും കരുതണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വീണ്ടും കാണാം. ക്ലാസ്സുകൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് നമ്മുടെ ക്ലാസ്സുകൾ എത്തിക്കുക. അപ്പോൾ താങ്ക് യു ഓൾ, ഹാവ് എ നൈസ് ഡേ.